Okay, good morning once again. വായിച്ചൊക്കെ നോക്കിയോ? ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പർപ്പസ് അല്ലെങ്കിൽ അതിനുവേണ്ടി ക്വാളിറ്റി എൻഹാൻസ്മെന്റിന് വേണ്ടി നടത്തുന്ന ഒരു പ്രോസസ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതർ ദ പേഷ്യൻസ് ആർ ഗെറ്റിംഗ് ഗുഡ് സർവീസസ്, ഗുഡ് ഹെൽത്ത് കെയർ, ക്വാളിറ്റി സർവീസസ്, ഇതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ ഏത് മേഖലകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിനകത്ത് തന്നെ ഏതൊക്കെ ഇടങ്ങളിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു ആസ് പെർ ലാബ് സ്റ്റാൻഡേർഡ്സ്, ലാബിന്റെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റും പെർ ഇയറിൽ എന്ത് ചെയ്തിരിക്കണം, ഒരു ഓഡിറ്റിംഗ് നടത്തിയിരിക്കണം എന്നാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും. എന്ന് വെച്ചാൽ എന്താ, അതെന്തിനാ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും അങ്ങനെ ഓരോ എന്താ പറയാ ഇയറിലും ഇങ്ങനെ ഓഡിറ്റിംഗ് നടത്തേണ്ടത്? That means each and every department has to be improved and developed. അല്ലെ, ഓരോ പർട്ടിക്കുലർ ഇയർ കഴിയുമ്പോഴും ഓരോ തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും കൊണ്ടുവരണം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് മാത്രം നമ്മൾ ഡെവലപ്പ് ചെയ്ത് എൻഹാൻസ് ചെയ്ത് കൊണ്ടതുകൊണ്ട് കാര്യമായില്ല അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ ഓവറോൾ ഡെവലപ്മെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ മൊത്തം ഇംപ്രൂവ്ഡ് ആവണമെങ്കിൽ, ഡെവലപ്ഡ് ആവണമെങ്കിൽ എന്ത് വേണം? ഓരോ ഡിപ്പാർട്ട്മെന്റിലും പുതിയ പുതിയ അപ്ഡേഷൻസ്, പുതിയ പുതിയ ടെക്നോളജീസ്, ഏതൊക്കെ പുതിയ മെഡിസിൻസ് നമുക്ക് പഴയതിനെയൊക്കെ നോക്കി പുതിയ രീതിയിലേക്ക് അതിനെ എങ്ങനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൂടുതൽ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരാൻ ഓരോ ഡിപ്പാർട്ട്മെന്റും എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം അല്ലെ. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ടും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു ഡിസൈൻ ഗുഡ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഒരു നല്ല രീതിയിലുള്ള ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തണമെങ്കിൽ അതിന്റെ ഒരു ഡിസൈൻ തയ്യാറാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റ് വൈൽ വി ആർ പ്രിപ്പയറിംഗ് ഫോർ എ ക്ലിനിക്കൽ ഓഡിറ്റ്, നമ്മളൊരു ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വി ഹാവ് ടു പ്രീതിങ്ക്, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ കൂട്ടി തിങ്ക് ചെയ്യേണ്ട, ഡിസൈഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. യു ഹാവ് ടു ചൂസ് ദ ടോപ്പിക് ഫസ്റ്റ് ഓഫ് ഓൾ. എന്തിനെ കുറിച്ചിട്ടുള്ള ഓഡിറ്റിംഗ് ആണ് നടത്തേണ്ടത് എന്നുള്ളതിന്റെ ടോപ്പിക് നമുക്ക് ചൂസ് ചെയ്യണം. അതിനുശേഷം വി ഹാവ് ടു ക്ലിയർലി ഡിഫൈൻ ദ പർപ്പസ് ആൻഡ് പ്രൊവൈഡ് ഓൾസോ നെസസറി ഓർഗനൈസേഷണൽ ടേംസ് ടു ദ ക്ലിനിക്കൽ ഓഡിറ്റ് സ്റ്റാഫ് ആൻഡ് റിസോഴ്സസ്. അതായത് അതിനുശേഷം നമ്മൾ ആ പർപ്പസ് മനസ്സിലാക്കണം, എന്തിനാണ്, ഏതാണ് ടോപ്പിക് എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു പർപ്പസ് ഓഫ് സച്ച് ഓഡിറ്റ്, ആ ഓഡിറ്റിന്റെ പർപ്പസ്, ലക്ഷ്യം എന്താണ്, എന്ത് കണ്ടെത്താനാണ്, ഇനി എന്തില് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനാണ്, ഇനി ഏത് സ്ഥലത്ത് ഏത് പർട്ടിക്കുലർ പ്ലേസിൽ നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തണം, അതിന്റെ പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്, ആ ലക്ഷ്യത്തിന് വേണ്ടി അതും നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യണം. ആൻഡ് ഓൾസോ ആ ഓർഗനൈസേഷനിൽ ആ ഓഡിറ്റർ സ്റ്റാഫ്, പിന്നെ ആ ഓഡിറ്റർ സ്റ്റാഫിന് വേണ്ട റിസോഴ്സസ് അതൊക്കെ അവൈലബിൾ ആക്കി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം ക്ലിനിക്കൽ ഓഡിറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ തന്നെ നമ്മൾ എന്തായിരിക്കണം, തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കണം. അല്ലാതെ ഓടിച്ചെന്നിട്ട് ഇൻസ്പെക്ഷൻ, ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓവറോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഫോർ ദ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. ആൻഡ് ഓവറോൾ ഇറ്റ് ലീഡ്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഇംപ്രൂവ്മെന്റുകൾ തീർച്ചയായിട്ടും എന്തിലേക്ക് നയിക്കും, ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിലേക്ക്, പുരോഗമനത്തിലേക്ക്, അല്ലെങ്കിൽ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന എംപ്ലോയറിന്റെ എന്താ പറയാ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ആ ലക്ഷ്യം നേടിയെടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം അവിടെയാണ് കിടക്കുന്നത്. എന്തിന്റെയും നമുക്കറിയാം, ബിസിനസ് ഓർഗനൈസേഷൻസ്, ഇന്ന് ഹോസ്പിറ്റൽസും ഒരു പർട്ടിക്കുലർ വേയിൽ നമ്മൾ പറഞ്ഞാൽ അതും ഒരു ബിസിനസ് തന്നെയാണ് അല്ലെ. ആൻഡ് ബിസിനസ് ആണ് ഓവറോൾ എല്ലാ ഹോസ്പിറ്റൽസിനും ബിസിനസ് ആക്കി മാറ്റി. പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ ഇതൊരു ആതുര സേവനം എന്ന രീതിയിലായിരുന്നു അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് അത് മാറി, സ്ഥിതിയൊക്കെ മാറി. എല്ലാവരും എല്ലാത്തിലും ബിസിനസിന്റെ മൈൻഡ് ആണുള്ളത്. ദാറ്റ് മീൻസ് വി ആർ ലിവിങ് ഇൻ എ ബിസിനസ് ഓറിയന്റഡ് വേൾഡ്. നമ്മൾ ജീവിക്കുന്നത് ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള വേൾഡിലാണ്. കൊച്ചുകുട്ടികളോട് വരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇന്ന ഒരു പൈസ തരും, അല്ലെങ്കിൽ ഇന്ന ഒരു എമൗണ്ട് തരും എന്നൊക്കെ അവര് പോലും ചോദിക്കാൻ തുടങ്ങി. കാരണം എവിടെയും ബിസിനസിന്റെ ഒരു ഇത് കണ്ടിട്ടാണ് ഇന്നത്തെ കുട്ടികൾ പോലും വളർന്നു വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ബിസിനസ് ആണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലേക്ക് എത്താനുള്ള എളുപ്പ വഴി എന്ന് ആളുകൾ മനസ്സിലാക്കി കഴിയും. അതാണ് അതിന്റെ കുഴപ്പം.
ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഓവറോൾ എല്ലാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ. നമുക്ക് അതിന്റെ മെയിൻ പോയിന്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് അത് നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് അത്രയും വരെയായിരുന്നു. ആൻഡ് ഇന്ന് ഞാൻ ഒരു ഹാഫ് ആൻ അവർ എടുക്കുള്ളൂ കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മള് ടീച്ചറിന്റെ സർവീസിന്റെ ഒരു ക്ലാസ് ഞാൻ എടുത്തിരുന്നു. അപ്പൊ ടീച്ചറാണെങ്കിൽ 1.5 hour അല്ലേ എടുക്കുള്ളൂ. അപ്പൊ ഒരു ഹാഫ് അവർ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കയറിയതാണ്. ബാക്കി ടീച്ചറിന്റെ പോർഷൻസ് തീരാനുണ്ട്. 6th module അവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഐ തിങ്ക് അല്ലേ? കഴിഞ്ഞിട്ടില്ലല്ലോ മറ്റു ടീച്ചേഴ്സിന്റെ? കഴിഞ്ഞോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ടീച്ചർക്ക് അത് കൊടുക്കണം. പക്ഷെ ടീച്ചർ എടുത്തോ എന്റെ ക്ലാസ് നോട്ട് എടുത്തോ എന്ന് പറയുമ്പോൾ അരമണിക്കൂർ അവിടെ ബാക്കി വരും. അത് വേസ്റ്റ് ആയി പോകുന്നുണ്ടല്ലോ വിചാരിച്ചത് ഞാൻ ആ ഹാഫ് അവർ എനിക്ക് ഒരു പേജെങ്കിലും എടുക്കാൻ പറ്റിയ അത്രയും ഞാൻ വിചാരിച്ച് കയറിയതാണ് കേട്ടോ. വേറെ ഞാൻ ഇറങ്ങുമ്പോ നിങ്ങൾ വിചാരിക്കരുത് ടീച്ചർ അങ്ങനെ 30 മിനിറ്റ് എടുത്തിട്ട് എവിടെ പോയിന്നാവോ എന്ന് വിചാരിക്കരുത്. തുടക്കം തന്നെ ആ കാര്യം പറഞ്ഞതാണ്. ഓക്കെ, ഇനി സോ ടു ഡിറ്റർമിൻ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിറ്റർമിൻ ദ ടോപ്പിക് അല്ലെ? 7 ആണ് നമ്മൾ എടുക്കുന്നത്. 7 ആണ് 7th മൊഡ്യൂളിലാണ് ഞാനിപ്പോ എടുക്കുന്നത്. നിഷ അത് മനസ്സിലായില്ല? 7th മൊഡ്യൂളിലെ ചാപ്റ്റർ അല്ലേ ഞാൻ എടുക്കുന്നത്? അതെ, 7th മൊഡ്യൂളിലെ ചാപ്റ്റർ 4 ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. സിലബസ് ഇല്ലേ നിങ്ങളുടെ കയ്യില്? സിലബസ് വന്നിട്ടില്ലേ? എല്ലാ മൊഡ്യൂൾസിലും 8 ചാപ്റ്റേഴ്സ് ഇതാണ്. എനിക്ക് 6 ചാപ്റ്റേഴ്സിൽ കുറച്ച് ലീവ് ആയിരുന്നു. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പൊ നമ്മള് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, അധികം എടുത്തിട്ടില്ല. ഒറ്റ പേജ്, അതായത് മീൻസ് അക്കറോപ്രോണി ആ ഒരു പേജിലാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ, അധികമൊന്നും എടുത്തിട്ടില്ല. അതിന്റെ ഒരു സമ്മറൈസേഷൻ ആണ് ഞാനിപ്പോ പറഞ്ഞത് അടുത്ത ഭാഗത്തിന്റെ. ഓക്കെ, സോ ബിഫോർ ഡിസൈനിങ് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാവ് ടു ഡിറ്റർമിൻ ദ ടോപ്പിക് ഓഫ് ദ ഓഡിറ്റ്. ഓഡിറ്റിന്റെ ടോപ്പിക് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? ആ ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അതിന് ആ ടോപ്പിക് എന്തിനെ കുറിച്ചിട്ടുള്ളതാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോ നമുക്ക് അങ്ങനെ വരുമ്പോ ഓഡിറ്റിന് എന്താ പറയാ, അതിന് ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ടോപ്പിക് തിരഞ്ഞെടുത്ത് നമുക്ക് നേരത്തെ കൂട്ടിയുള്ള ചില കാര്യങ്ങളെ ഡാറ്റാസിനെ ബേസ് ചെയ്ത് ആ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ അതിനുവേണ്ടി ചൂസ് ചെയ്യേണ്ടത്. സോ ഈ ക്ലിനിക്കൽ ഓഡിറ്റില് അല്ലെങ്കിൽ മെഡിക്കൽ ഹോസ്പിറ്റൽസിൽ ക്ലിനിക്കൽ ഓഡിറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് ടു കളക്ട് ഡാറ്റാസ് ആൻഡ് അനലൈസ് ദോസ് ഡാറ്റാസ്. അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കളക്ട് ചെയ്യണം, അത് അനലൈസ് ചെയ്യണം. അതിന്റെ സോഴ്സ് ഓഫ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് അതും നമ്മൾ അതിന്റെ സോഴ്സുകളും ഉറവിടങ്ങളും ഒക്കെ നമ്മൾ എടുക്കണം. അതായത് ഓഡിറ്റിങ്ങിന് നമ്മളൊരു ടോപ്പിക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില അപ്ഡേഷൻസ് കൊണ്ടുവരാനുണ്ട്, പുതിയ ടെക്നോളജീസ്. ഇപ്പൊ ഒരു കാർഡിയോളജി, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം മെനി അപ്ഡേഷൻസ് ആർ ബ്രോട്ട് ഇൻ സച്ച് എ ഡിപ്പാർട്ട്മെന്റ്. അത്തരം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പണ്ടത്തേതിൽ നിന്ന് ഒത്തിരി പുതിയ ടെക്നോളജീസ് അല്ലെങ്കിൽ ടെക്നിക്സ് മെഷീൻസ് ഇന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് ഇന്ന് മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന രോഗങ്ങൾ ഹൃദയ സംബന്ധമായതാണ് അല്ലെ? അങ്ങനെയാണോ നോക്കി അല്ലെ? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കെടുപ്പുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ have some diseases related to their heart. And heart related ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് പെട്ടെന്നൊക്കെ എന്താ പറയാ, കഴിഞ്ഞ ദിവസം കൂടി നമ്മളൊരു ന്യൂസോ അല്ലെങ്കിൽ മറ്റേ വീഡിയോസോ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു സ്റ്റേജിൽ വളരെ ചെറിയ കുട്ടിയാണ്, 10 വയസ്സുള്ള കുട്ടി പ്രസവിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അല്ലെ വളരെ ഹാപ്പി, അത് ആ വീഡിയോ തന്നെ നിങ്ങൾ കാണണം. കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ കുട്ടി വളരെ സന്തോഷത്തിൽ ഒരു ഇതുപോലും നമ്മളുടെ ഒരു മനുഷ്യനെങ്ങനെ പെട്ടെന്ന് ലാസ്റ്റ് മൊമെന്റിലാണ് ആ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത് പോലുമില്ല അല്ലെ? ആ ഒരു മൂഡിൽ നിൽക്കുന്ന ആ കുട്ടി പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, വീഴുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് നമുക്കറിയില്ല. പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലവരൊക്കെ ഇങ്ങനെ പറയും നമ്മൾ എന്താ പറയാ കൊറോണയുടെ ഇഞ്ചക്ഷൻസ് എടുത്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ പറയുന്നവരുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മറ്റൊരു കാരണമാണ്, നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡുകൾ മറ്റൊരു കാരണമാണ്. അപ്പൊ ഇതൊക്കെ എന്താ പറയാ ടേസ്റ്റി ഫുഡുകളാണ്, പക്ഷെ അത് എന്താ പറയാ ഒത്തിരി കെമിക്കൽസ് ചേർന്ന ചില ടേസ്റ്റ് മേക്കേഴ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ എത്ര കണ്ട് നമ്മളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഫുഡിന് അത്രയും ടേസ്റ്റ് കിട്ടില്ല. ബിക്കോസ് അതെന്താ കാരണം? ഇത് പ്രധാനപ്പെട്ട കാരണം ഇതാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറെ ടേസ്റ്റ് മേക്കേഴ്സ് ഒക്കെ അതിനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. സോ അത് ടേസ്റ്റി ആകും.
പക്ഷെ ആ ടേസ്റ്റ് നമുക്ക് എന്താ പറയാ നമ്മുടെ ഹെൽത്തിന് അത് നല്ലതല്ല. മെനി ഡിസീസസ്, പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണം അതിന്റെ കണ്ടന്റ് പതുക്കെയാണ്. ഒറ്റ പ്രാവശ്യം കഴിച്ചതുകൊണ്ടാവുന്നല്ല പറയുന്നത്. ഇത് മോസ്റ്റ്ലി കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഉണ്ടാകാനുള്ള മടിയാകാം, അല്ലെങ്കിൽ നമുക്ക് അത് കിട്ടാനുള്ള ലഭ്യത മറ്റ് ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ പെയിൻ ഗസ്റ്റേഴ്സ് ആയിട്ടൊക്കെ താമസിക്കുന്നവർ പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ ഓർഡർ ചെയ്തൊക്കെ കഴിക്കും. അത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമല്ല, കൂടുതൽ പ്രാവശ്യം നമ്മൾ അങ്ങനെ കഴിക്കുമ്പോൾ അതെല്ലാം ആ കണ്ടന്റ് എല്ലാം ചെന്ന് നമ്മുടെ ശരീരത്തിലാണ് ബിൽഡപ്പ് ചെയ്യുന്നത് പല കാരണങ്ങളായിട്ട്. ഓക്കെ, അതൊക്കെ കാരണങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ഇതിനെ കുറിച്ച്, അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം ഡിസീസസ് ഇങ്ങനെ കൂടുതൽ വരുന്നത്? സോ എന്ത് മെഷർമെന്റുകൾ നമുക്ക് എടുക്കാം, എന്ത് ടെക്നോളജീസ് നമുക്ക് അവിടെ കൊണ്ടുവരാം എന്ന് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വിശകലനം ചെയ്യണം. അതിന് അവര് they have to depend upon more data which is collected. നേരത്തെ ആളുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസിൽ നിന്ന് അവർക്ക് അത് എടുക്കാം. അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ കോൺസിക്വൻസസ്, ആ ഒരു ഡാറ്റ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചില റിസൾട്ടുകൾ. ഓക്കെ, ഇതെല്ലാമാണ് ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്, സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാത്രമല്ല they have to bring some personnels. അത് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന പേഴ്സണൽസ് ഉണ്ട്, ഓഡിറ്റിംഗിന്റെ ഉദ്യോഗസ്ഥർ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് എന്താ പറയാ, അവർക്ക് ആ ഒരു ക്ലിനിക്കൽ പ്രോബ്ലംസ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എന്താ പറയാ കാര്യങ്ങളൊക്കെ അവർക്ക് പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പേഴ്സണൽസ് ഹു ആർ ഇൻവോൾവ്ഡ് ഇൻ ദ ഓഡിറ്റ് ഹാവ് ദ കീ റോൾ. അവർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക്. അപ്പൊ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ, ആ ഓഡിറ്റ് പഠനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ ക്ലിനിക്കൽ പ്രോബ്ലംസുമായിട്ട് ഡീൽ ചെയ്യാനുള്ള സാഹചര്യവും സൗകര്യവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഓൾസോ ഡിപെൻഡ് അപ്പോൺ ഓർ കളക്ട് വേരിയസ് ആസ്പെക്ട്സ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന, കളക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റ് പ്രധാനപ്പെട്ട ആസ്പെക്ടുകൾ എന്താണോ അതും നമ്മൾ കൺസിഡർ ചെയ്യണം. എന്തായാലും ഒരു ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഇമ്പോർട്ടൻസ്, ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഓഡിറ്റിംഗ് നടത്തിയാൽ മാത്രമാണ് അവർക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ, ഈസി ആയിട്ട് നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ചില എന്താ പറയാ, നമ്മളിപ്പോ ചില ഫാക്ടേഴ്സ് കണക്കിലെടുത്തു കഴിഞ്ഞാൽ ക്ലിനിക്കൽ ഓഡിറ്റിൽ when we are selecting a topic, ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ചില പോയിന്റ്സ് ടു ബി നോട്ടഡ്, അല്ലെങ്കിൽ whatever things are to be included, ആ ഓഡിറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില കുഞ്ഞു കാര്യങ്ങൾ അവിടെ ഒരു പെട്ടി പോലെ നമുക്ക് തന്നിട്ടുണ്ട്. 2-3 കാര്യം പറഞ്ഞിട്ടുണ്ട്. while we are selecting a topic for audit, ഓഡിറ്റിന് വേണ്ടിയിട്ട്, ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ what all things to be included, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ആ പെട്ടിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ബിഫോർ ദാറ്റ് ആ സെന്റൻസുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഞാൻ പറയാൻ പോകുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ബിക്കോസ് ഇത് നിങ്ങൾ സെന്റൻസ് വൈസ് തന്നെ പഠിച്ചതായിരിക്കും നല്ലത്. അല്ലാതെ ഇങ്ങനെ കുറെ വാരി വെച്ച് ഓഡിറ്റിങ്ങിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് ഏറ്റവും സമറൈസ്ഡ് ആയിട്ടുള്ള ചില പോയിന്റുകൾ ഞാൻ പറയാം, അത് അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തത് ആ പാരഗ്രാഫിലെ ആദ്യത്തെ സെന്റൻസ് ആണ്. The initial step in designing clinical audit is to determine the topic. Determine the topic. Topic ഏതാണെന്ന് നിശ്ചയിക്കുക. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Then അടുത്തത്, an audited theme should have specific characteristics. ആ ഓഡിറ്റിന്റെ ഒരു തീമിന് അതിന് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട ചില സവിശേഷതകളാണ് പറയുന്നത്. It should be of great clinical importance, of easy collection and analysis, and source of important consequences. ആ 3 ഓഡിറ്റഡ് തീമിന് ഉണ്ടാകേണ്ട സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് സെന്റൻസ് ആണ് കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ. രണ്ടാമത് പറഞ്ഞ സെന്റൻസ് ഏതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്? ഇതാണ്, ആൻ ഓഡിറ്റഡ് തീം ഷുഡ് ഹാവ് തുടങ്ങി ഇമ്പോർട്ടന്റ് കോൺസിക്വൻസസ് വരെ. മിസ്സേ ഫസ്റ്റത്തെ ഒന്നുകൂടി പറയോ? ഫസ്റ്റത്തെ സെന്റൻസ് ഇത്, the initial step in designing clinical audit is to determine the topic. ആദ്യത്തെ സെന്റൻസ്, ആ പാരഗ്രാഫിലെ ആദ്യത്തെ സെന്റൻസ്. ചെയ്തോ? അടുത്തത്, the personnel involved in the audit have key role in setting the priorities among clinical problems to deal with. അവിടെ വരെ
അത്രയും മതി. ദ പേഴ്സണൽ ഇൻവോൾവ് ഇൻ ദ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തൊഴിലാളികൾ, അവരുടെ കീ റോൾ എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് എന്ന് പറയുന്നത് ഇത് ക്ലിനിക്കൽ പ്രോബ്ലംസിന് അവര് ഡീൽ ചെയ്യാൻ പോകുന്ന ക്ലിനിക്കൽ പ്രോബ്ലംസിന് എന്ത് ചെയ്യാൻ പ്രയോറിറ്റി കൊടുക്കുക. എന്ത് പ്രോബ്ലമായിട്ടാണ്, എന്ത് ഇഷ്യൂമായിട്ടാണ് ഇവർ ഓഡിറ്റിംഗ് നടത്താൻ പോകുന്നത്, അതിന് കൂടുതൽ പ്രയോറിറ്റി പ്രൊവൈഡ് ചെയ്യണം. അതാണ് ടു ഡീൽ വിത്ത് എന്നത് വരെ അണ്ടർലൈൻ ചെയ്യാം. 3 സെന്റൻസ് ആണ് ആ ഒരു പാരഗ്രാഫിൽ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. 3 സെന്റൻസ് കിട്ടിയ എല്ലാവർക്കും? ഓക്കെ. ഇനി എന്താണ് പ്രോബ്ലം? അതായത് നമ്മള് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ടീം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ എന്താ പറയാ ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ അസസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ വിലയിരുത്തിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ടീം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീം ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അസസ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ആ പറഞ്ഞിരിക്കുന്നത്. 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ദ പ്രോബ്ലം ടു ബി ഓഡിറ്റഡ് ഹാസ് എൻ ഇമ്പോർട്ടന്റ് ഇമ്പാക്ട്. അതായത് നമ്മൾ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട ആ ഒരു പ്രോബ്ലം, ആ ഒരു ഇഷ്യൂ, എന്ത് കാര്യത്തെ കുറിച്ചിട്ടാണ്, ഇപ്പൊ ഏതെങ്കിലും പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ്, അവിടുത്തെ ആ ഒരു പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഡിറ്റ് ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു. അത് പ്രീവിയസ് ആയിട്ടുള്ള പഠനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മറ്റേ ഇലക്ട്രോണിക് ഡാറ്റാബേസിൽ നിന്ന് കളക്ട് ചെയ്ത ഇത് വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെ മറ്റേതെങ്കിലും സ്രോതസ്സുകളിൽ നിന്നൊക്കെ ഡാറ്റാസ് ശേഖരിച്ചൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പഠന വിധേയമാകേണ്ട പ്രോബ്ലം അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കണം. അതിന് വേണ്ടി വരുന്ന കോസ്റ്റ്, ചെലവുകൾ, മനസ്സിലായോ? അതിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആൻഡ് വാട്ട് ഓൾ റിസ്ക് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു റിസ്ക്, എത്രത്തോളം റിസ്കി ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആ ഒരു പ്രോബ്ലം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുമ്പോൾ ഉണ്ട്. ഈ 3 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് കൂടി വേണമെന്ന്. ദ പ്രോബ്ലം to be audited is an important impact. അതിനുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത് in terms of ഏതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? കോസ്റ്റ്, റിസോഴ്സസ് ആൻഡ് റിസ്ക്. എന്ത് ചെലവ് വരും, ഏതൊക്കെ റിസോഴ്സസ് അതിന് വേണ്ടി നമുക്ക് അവൈലബിൾ ആകുമോ, നമുക്ക് ഇതിനുള്ള മെറ്റീരിയൽസ് എവിടെ നിന്നെങ്കിലും കിട്ടുമോ, നേരത്തെ ആരെങ്കിലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പഠനം നടത്തി അത് ഇലക്ട്രോണിക് ഡാറ്റാബേസ് ഉപയോഗിച്ച് നമ്മുടെ ഇലക്ട്രോണിക് മെഡിക്കൽ മെഷീന്റെ സഹായത്തോടെ ഒക്കെ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അതിന് കിട്ടുമോ, ഇതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ അവിടെ എത്രത്തോളം റിസ്ക്, ആ ഒരു പ്രോബ്ലം കുറിച്ച് നമുക്ക് പഠിക്കാനും ഇൻസ്പെക്ട് ചെയ്യാനും എത്രത്തോളം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഇത് ആദ്യം തന്നെ അറിയണം. മനസ്സിലായി? അത് ഒന്നാമത്തെ കാര്യം. ഇനി there are some strong scientific evidence available. ഇനി എന്താണ്, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസുകൾ വേണം. എവിഡൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ഗൈഡ് ലൈൻസ് ആകാം, ചില സ്ട്രാറ്റജീസ്, ചില റിവ്യൂസ്, എന്ന് വെച്ചാൽ നേരത്തെ ഉള്ള ചില പോളിസീസ്, ഗൈഡ് ലൈൻസ്. ഈ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രിൻസിപ്പിൾസ്, ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാം, അല്ലെ? എന്തൊക്കെ സിസ്റ്റമാറ്റിക് റിവ്യൂസ്, ആളുകളുടെ റിവ്യൂസ് അല്ലെങ്കിൽ നേരത്തെയുള്ള കാര്യങ്ങളുടെ റിവ്യൂസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ അത് ഹെൽപ്ഫുൾ ആകും. അപ്പൊ അതൊക്കെ എത്രത്തോളം സയന്റിഫിക് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്, അത് രണ്ടാമത്തെ കാര്യം. ഓക്കെ, എന്ത് പ്രോബ്ലത്തെ കുറിച്ചാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ഫോർ കോസ്റ്റ്, റിസോഴ്സസ് ആൻഡ് റിസ്ക്. റിസ്ക്, കോസ്റ്റ്, റിസോഴ്സസ്, ഇതിനും കൂടി ആ ടേംസ് കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട പ്രോബ്ലത്തെ കുറിച്ച് പഠിക്കാനായിട്ട്. സെക്കൻഡ് വൺ, സ്ട്രോങ് സയന്റിഫിക് എവിഡൻസ് അവൈലബിൾ ആണോ എന്ന് നോക്കണം. അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ട ചില ഗൈഡ് ലൈൻസ്, പ്രിൻസിപ്പിൾസ്, റിവ്യൂസ് ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ടോ എന്നുള്ളത് അറിയാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ, ഇംപ്രൂവ്മെന്റ്സ് മെയ്ഡ് ഓൺ ദ സബ്ജക്ട്. അതായത് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എന്തൊക്കെ ഇംപ്രൂവ്മെന്റുകൾ ആളുകൾ നടത്തിയിട്ടുണ്ട്, പഴയത് ഇന്ന് ഒത്തിരി ഇംപ്രൂവ്മെന്റുകളും ഓരോ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ടുവരുമല്ലോ, അല്ലെ? അപ്പൊ എത്രത്തോളം ഇംപ്രൂവ്മെന്റുകൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നടത്തിയിട്ടുണ്ട്. ആൻഡ് അങ്ങനെ വരുമ്പോൾ ആ ഇംപ്രൂവ്മെന്റുകളുടെ അടിസ്ഥാനത്തിൽ വി ക്യാൻ മേക്ക് സം ഇവാലുവേഷൻസ് ആൻഡ് ഓൾസോ ക്ലിനിക്കൽ ഓർഗനൈസേഷണൽ കോൺസിക്വൻസ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവാലുവേഷൻസ് നടത്താം. അതിന്റെ സോഴ്സസ്, ആ ഓർഗനൈസേഷനിൽ നിന്ന് അതിന്റെ റിസൾട്ടുകൾ, അല്ലെങ്കിൽ ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ക്ലിനിക്കൽ, അതായത് ഹോസ്പിറ്റൽസിന്റെ, മറ്റു ഓർഗനൈസേഷന്റെ ആണ്, അതുകൊണ്ട് ആ ഓർഗനൈസേഷണൽ എന്ന് എഴുതിയേക്കണം. ഹോസ്പിറ്റൽസ് അല്ല, മറ്റേത് തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ആയാലും അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, അപ്പൊ ആ ഇംപ്രൂവ്മെന്റുകൾ നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതും കൂടി കണക്കിലുണ്ട്. അപ്പൊ ഇത്രയും 3 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഓഡിറ്റിന് വേണ്ട ഒരു തീം അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി അസസ് ചെയ്തിട്ടായിരിക്കണം ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ?
പ്രോബ്ലം ടു ബി ഓഡിറ്റഡ്. എന്തൊക്കെ പ്രോബ്ലം ആണ് നമ്മൾ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത്? ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഇമ്പാക്ട് ഇൻ ടേംസ് ഓഫ് കോസ്റ്റ്, റിസോഴ്സ് ആൻഡ് ഓൾസോ റിസ്ക്. അതിന്റെ ചെലവ്, ആ ഒരു ഓഡിറ്റ് നടത്താൻ വേണ്ടി വരുന്ന ചെലവ്, അതിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന റിസ്ക്, ഇതുകൂടി കണക്കിലെടുത്തിട്ടായിരിക്കണം ആ പ്രോബ്ലം ഓഫ് ഓഡിറ്റിന് നമ്മൾ അത്രയും ഏത് രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടതെന്ന് നിശ്ചയിക്കാം. രണ്ടാമത്തേത് സയന്റിഫിക്, സ്ട്രോങ് സയന്റിഫിക് എവിഡൻസ് അവൈലബിൾ ആണെന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് റിവ്യൂസും ഒക്കെ നമ്മൾ അതിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ആൻഡ് ദ റിമാർക്കബിൾ ഇംപ്രൂവ്മെന്റ്സ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ സബ്ജക്ട്, അതില് ആ സബ്ജക്റ്റില് ആ ഒരു വിഷയത്തില് പിന്നീട് അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇംപ്രൂവ്മെന്റുകൾ എന്തൊക്കെയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഇവാലുവേഷൻസ് നടത്താം. ആൻഡ് ഓൾസോ ഹോസ്പിറ്റൽസിൽ അതിലെവിടെ നിന്നാണ് അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സസ് എന്തൊക്കെ കിട്ടി എന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ 3 കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? സൗണ്ട് ഓഫ്. ഓക്കെ, നമുക്ക് ആ 3 പോയിന്റുകൾ കൂടി ഒന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം കേട്ടാ. 3 പോയിന്റുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഓക്കെ, 3 പോയിന്റുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയില്ല. 3 പോയിന്റ് ഏതാണെന്നല്ല, 3 പോയിന്റുകളിൽ നിന്ന് നമുക്ക് ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഓക്കെ, ഇനി സാധാരണയായിട്ട് while we are choosing any audit problem, ഓഡിറ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രശ്നത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, നമ്മളൊരു ഗുഡ് ചോയ്സ് നടത്താനായിട്ട് എന്തിനെ കുറിച്ച് പഠിക്കണം അല്ലെങ്കിൽ എന്തിനെ സംബന്ധിക്കുന്ന ഓഡിറ്റ് ആണ് നമ്മൾ നടത്തേണ്ടത് എന്നൊക്കെ നമുക്കൊരു സംശയം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള നമ്മളൊരു ചോയ്സ് നടത്തുമ്പോൾ ചില പ്രധാനപ്പെട്ട ടേംസ് കൂടി നമ്മൾ കണക്കിലെടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇൻ പർട്ടിക്കുലർ ഇറ്റ് വുഡ് ബി എ ഗുഡ് ചോയ്സ് ടു ഫേസ് എ പ്രോബ്ലം. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയുള്ള കാര്യങ്ങൾ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഹൈ വോളിയം ഓഫ് റിസ്ക് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യേണ്ട ജോലിയുടെ അത് എന്താ പറയുക വ്യാപ്തിയില് അത് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞു നിസ്സാര കാര്യങ്ങളുടെ പരിശോധനയൊന്നുമല്ല. നമുക്കറിയാം വലിയ വലിയ ജോലികൾ ഉൾപ്പെടുത്തും. വലിയ ജോലികൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പണി ചെയ്യാനുണ്ട്, പണി എടുക്കാനുണ്ടെന്ന് മനസ്സിലായോ. എളുപ്പം കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ എല്ലാവരും തയ്യാറാകും. പക്ഷേ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ചിലര് പിന്മാറും അല്ലെ. അപ്പൊ ഹൈ വോളിയം ഓഫ് വർക്ക് ഇൻവോൾവഡ് ആയിട്ടുള്ള ഓഡിറ്റ് പ്രശ്നങ്ങൾ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. മാത്രമല്ല ഹൈ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇക്കണോമിക്, ആരോഗ്യ സംബന്ധമായിട്ടായിക്കോട്ടെ സാമ്പത്തിക സംബന്ധമായിട്ട് ഉള്ളതായിക്കോട്ടെ, അതിന് അങ്ങനെയുള്ള ഇതിന് ഹൈ കോസ്റ്റ് വരുന്ന ടേംസ് അതായിരിക്കും നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അതെന്ന് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും പർട്ടിക്കുലർ രോഗം ചിലപ്പോ നമുക്ക് പറയാലോ, ഇപ്പൊ ഈ കൊറോണയൊക്കെ വന്നു, ഇപ്പൊ ചെറിയ നിസാരം വന്ന എന്തെങ്കിലും വലിയ അസുഖങ്ങൾ അങ്ങനെ പകർച്ചവ്യാധികൾ വലിയ പ്രശ്നമൊന്നുമില്ല, ആളുകളുടെ ഹെൽത്തിനെ ഒന്നും അത്രയധികം ബാധിക്കുന്നൊന്നുമില്ല, അങ്ങനെ പറഞ്ഞാൽ അവിടെ പോകും. ഒരു എപ്പിഡമിക് ആയിരുന്നു മാത്രം. പക്ഷെ അത് വലിയ എന്താ പറയാ ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നതല്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, അതിനൊക്കെ സാധാരണ രീതിയിലുള്ള ഓഡിറ്റിംഗ് ഒക്കെ മതി. പക്ഷെ ഇങ്ങനെയുള്ള ചില വലിയ, അതായത് നമുക്കറിയാം അവിടെ ഒത്തിരി ആളുകളുടെ ഹെൽത്തിന് പ്രോബ്ലംസ് ഉണ്ടായി. മാത്രമല്ല ഒരുപാട് പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കൊറോണ പോലെയുള്ള അസുഖം വന്നത് അല്ലെ. അത് സാമ്പത്തിക നഷ്ടങ്ങൾ വരെ ഉണ്ടാക്കിയില്ലേ. എക്കണോമിക്ക് ഒത്തിരി സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു കൊറോണ വന്നത്. കുറെ ആളുകള് ഒരു ബിസിനസ്സും ഇല്ല. ബിസിനസ്സുകാർക്ക് ഒക്കെ എന്താ പറയാ, അവരൊക്കെ ഷട്ട് ഡൗൺ ആയിട്ടിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ ബിസിനസ് ഒന്നും തുറക്കാനായിട്ട് ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടേ അല്ലെ. ഒരു കടയിൽ പോയിട്ട് നമുക്ക് എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ചില ആളുകൾ മാത്രമേ എല്ലാ ദിവസത്തേക്കും ഇങ്ങനെ ഒരു മാസത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയുള്ളൂ. എന്നാലും നമുക്കറിയാം ഈ വെജിറ്റബിൾസ് ഒക്കെ അത്രയധികം ദിവസവും നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ അതുപോലും ഇല്ലാതെ എന്താ പറയാ ഉള്ളത് കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റാതെ ആളുകളെല്ലാം അടച്ചുകൂടിയിരുന്നു. അപ്പൊ ഈ ബിസിനസ്സുകാർക്ക് പിന്നെ തുറന്നു വെച്ചിട്ട് കാര്യമുണ്ട്, ആരും വരുന്നില്ല. ഓക്കെ, ഇതിന് കുറെ കഴിഞ്ഞപ്പോഴോ 1-2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുറച്ച് തുറന്നു. വീട്ടില് ഒരാൾക്ക് മാത്രം പുറത്തിറങ്ങാം അല്ലെ. മനുഷ്യന്മാരുടെ വീട്ടില് ഒന്നും കൂടി ഇല്ലാതെ ആയി തുടങ്ങി. അങ്ങനെ ഒരു എന്താ പറയാ സ്ഥിതിയിലേക്ക് പോയി. അപ്പോഴാണ് പതുക്കെ ഇതൊക്കെ ഓപ്പൺ ചെയ്തത്. അപ്പോഴും ചില ബിസിനസ്സുകാരുണ്ട്, ചില ടെക്സ്റ്റൈൽ ഷോപ്സ് ഒക്കെ, അതും അപ്പോഴും തുറക്കാൻ പറ്റിയില്ല. കാരണം അത് തുറക്കുന്ന കാര്യമില്ല. ആരവിടെ പുതിയ ഉടുപ്പിട്ടൊക്കെ പോണേ, എവിടെയെങ്കിലും പോകാനുണ്ടായിരുന്നു നമുക്ക് ഇല്ല.
അപ്പൊ ഇക്കണോമിക്കൽ ആയിട്ടുള്ള എന്താ പറയാ ലോസസ്, നഷ്ടങ്ങൾ വന്നു, ഹെൽത്ത് ലോസസ്, ഹെൽത്ത് ഇഷ്യൂസും വന്നു. അങ്ങനെയുള്ള ഹൈ കോസ്റ്റ് ഈ പറയുന്ന ഹെൽത്തിനും സമ്പത്തിനും ഒക്കെ വലിയ ചെലവുകൾ അല്ലെങ്കിൽ വലിയ കോസ്റ്റ് വരുന്ന ടേംസുകൾ ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ ഓഡിറ്റിന്. കാരണം അതിനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കുറയ്ക്കേണ്ടത് അല്ലെ. അതല്ലേ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഹെൽത്ത് ഇഷ്യൂസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് എന്താ പറയാ ക്വാളിറ്റി കെയർ സർവീസസ് കൊടുത്ത് അതിനെയൊക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ, സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഇല്ലാത്ത രീതിയിൽ. ഹൈ റിസ്ക് ഉള്ള ഫാക്ടേഴ്സ് വേണം നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഹൈ വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വ്യത്യസ്തതകളായിട്ടുള്ള എന്ന് വെച്ചാൽ ഇങ്ങനെ വേരി ചെയ്യുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ളത്. ഇപ്പൊ ഒരു രീതിയിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കണ്ടീഷൻസ് മോശമാക്കും, അതിനുശേഷം വീണ്ടും അതിലേക്കാണ് മോശമാക്കും എന്ന് ആ ഒരു വേരിയബിൾ സ്വഭാവമുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള രീതിയിലുള്ള പ്രോബ്ലംസ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഹൈ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര പ്രശ്നങ്ങൾ ചേർന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഹൈ ഇന്നോവേഷൻസ്, പുതുമ കൊണ്ടുവരാനായിട്ട് നമുക്ക് കൂടുതൽ ഇന്നോവേഷൻസ് ആ ഒരു പർട്ടിക്കുലർ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും അത്തരം കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ കൂടുതൽ ഹൈ ഇത്തരം കാര്യങ്ങൾ, റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ളത്, ഹൈ വോളിയം ഓഫ് റിസ്ക് എന്താ പറയാ വർക്ക് ഉള്ളത്, പിന്നെ നമ്മുടെ ഹെൽത്ത് ആൻഡ് ഇക്കണോമിക് ടേംസിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നത്, വേരിയബിലിറ്റി കൂടുതലുള്ളത്, കോംപ്ലക്സിറ്റി കൂടുതലുള്ളത്, ആൻഡ് ഇന്നോവേഷൻ കൂടുതൽ വേണ്ടത്, ഇതൊക്കെ ആയിരിക്കണം. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഓഡിറ്റിംഗ് ആണ് നടത്തേണ്ടത് എന്നാണ്. ഒരു നല്ല ഓഡിറ്റിംഗ് നടത്തണമെങ്കിൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ചൂസിംഗ് ആണ് നടത്തേണ്ടത് എന്നാണ് പറയാം. ഓക്കെ, അതൊന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഗുഡ് ചോയ്സ് ടു ഫേസ് എ പ്രോബ്ലം ദാറ്റ് ഇൻവോൾവ്സ് ദ ക്ലിനീഷ്യൻ ഇൻ ടേംസ് ഓഫ് ആ 6 പോയിന്റുകൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതിന്റെ ഹെഡിങ്ങിൽ വന്നിരിക്കുന്ന സെന്റൻസ് തന്നെയാണ് കേട്ടോ അതിനകത്ത് വരിക. ഓക്കെ, ഇത്ര വരെ ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങൾ ആ ഒരു പേജ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത്രയും എടുത്തിട്ടുള്ളൂ. കുറച്ച് ഭാഗം അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. പ്രിൻസിപ്പൽസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഒരു കുഞ്ഞ് പാരഗ്രാഫ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അടയാളപ്പെടുത്താൻ പറഞ്ഞ സെന്റൻസ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലേ. അതൊന്ന് നന്നായിട്ട് വായിച്ച് പഠിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു ടോപ്പിക്കും ആണ്. അതുകൊണ്ട് നമ്മളിപ്പോ ഡിസാസ്റ്റർ ഇച്ചിരി എളുപ്പമുള്ളതായിരുന്നല്ലോ അല്ലെ. ഇത് എളുപ്പമില്ല എന്നല്ല, പക്ഷെ എല്ലാം ഒരു കാര്യം തന്നെയാണ് പല രീതിയിൽ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് വായിച്ചൊക്കെ നോക്കിയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, സീ യു, ബൈ. ടീച്ചർ വരുമോട്ടോ ഇപ്പോ? അപ്പൊ ടീച്ചർ വരും. ടീച്ചറുടെ ആ ക്ലാസ് ഞാൻ അന്ന് എടുത്തത് കൊണ്ടാണ്. ടീച്ചർക്ക് ഫുൾ എടുക്കൂലായിരുന്നു, 1.5 മണിക്കൂർ എടുക്കുള്ളൂ. അപ്പൊ പിന്നെ അരമണിക്കൂർ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കരുതാം. ഓക്കെ, താങ്ക് യു.